+2 കൂടെ നമ്മുടെ JEE എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ 10th കഴിഞ്ഞ +1 പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല JEE കോച്ചിങ്ങിനെ പറ്റിയിട്ട് അല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട സമയമാണിത്. അപ്പൊ ഈ ഒരു 2 വർഷം നമ്മൾ വെറുതെ കളയാതെ ബോർഡ്സ് പഠിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ JEEക്ക് കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ +2 കഴിഞ്ഞ് മെയിൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു റിലീഫ് ആയിരിക്കും. സോ എങ്ങനെയാണ് നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോർഡ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ബോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്, ഓരോ ചാപ്റ്ററിന്റെയും വർക്ക്ഷീറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി CBSE കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് CBSEയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കോർണർ ഉണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബോർഡ്സിന് ശേഷം ഇത് Monday to Friday ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നുണ്ടാവുക ബോർഡ്സിന്റെ. ആൻഡ് ബാക്കി Saturday and Sunday ആണ് JEEയുടെ കോച്ചിങ് വരുന്നത്. സാറ്റർഡേസും സൺഡേസും നിങ്ങൾക്ക് 2 സെഷൻ വീതമാണ് ഉണ്ടാവുക. 2 മണിക്കും 5 മണിക്കുമാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നുണ്ടാവുക. അപ്പൊ മൊത്തം 4 സെഷൻ ആയിരിക്കും JEE ഉണ്ടാവുക. അപ്പൊ ബോർഡ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അതേ ചാപ്റ്ററിന്റെ JEE ലെവൽ ഓഫ് ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചെയ്യുന്നു. ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ട്, വർക്ക്ഷീറ്റ്സ്, അതായത് JEE ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നന്നായിട്ട് ചെയ്യാം. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്പീഡ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് തരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു ജേർണി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 ഇയേഴ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് JEE മെയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. JEE ടീം ചാനലാണ് എക്സാമിനറുടെ. അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത്, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്താം. ആൻഡ് നമ്മുടെ എക്സാമിനറിന്റെ ബാച്ച് യോധ ബാച്ചിലേക്ക് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അഡ്മിഷൻസ് ഉറപ്പിക്കാം. അടിപൊളിയായിട്ട് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു.